ഓക്കെ, ഈ വീഡിയോയിൽ നമ്മൾ ട്രിഗണോമെട്രിയിലെ കുറച്ച് ഫോർമുലാസ് നമ്മൾ കാണാതെ പഠിക്കേണ്ട ഫോർമുലാസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നിട്ട് ആ ഫോർമുലാസ് ഉപയോഗിച്ച് കുറച്ച് പ്രോബ്ലംസ്, ഒരു 4 പ്രോബ്ലംസ് നമ്മൾ എങ്ങനെ ആ ഫോർമുല അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഫോർമുല നമുക്ക് ഒരുപാട് ഫോർമുലാസ് കാണാതെ പഠിക്കുന്നുണ്ട്. പറ്റുന്നത്രയും കാണാതെ പഠിക്കുക, എന്നിട്ട് അത് അപ്ലൈ ചെയ്യണത് എങ്ങനെയാണെന്ന് പഠിച്ചു വെക്കണം. അതാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ 1 to 10 എഴുതിയേക്കുന്നത് കുറച്ച് ഫോർമുലാസാണ്. അപ്പം നമുക്ക് ഇപ്പോൾ എല്ലാ പ്രോബ്ലംസിലും എല്ലാ ഫോർമുലാസ് ആവശ്യം വരില്ല. നമുക്കിപ്പോൾ ഈ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് പ്രോബ്ലത്തിൽ എന്താണ് പറയുന്നത്? tan a 1/2, tan b 1/3, a and b are acute angles, show that a plus b 45 ആണ്. അപ്പോൾ a plus b 45 ആണെങ്കിൽ tan a plus b എന്തായിരിക്കും അല്ലേ? a plus b 45 ആണെങ്കിൽ tan of 45 എന്ത് വന്നു? 1. അപ്പോൾ നമുക്ക് tan a plus b 1 ആണെന്ന് കാണിച്ചാൽ മതിയല്ലോ. a plus b 45 ആണ്. അപ്പോൾ നമ്മൾ ഈ ഫോർമുലാസ് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു ഫിഫ്ത്ത് ഫോർമുല tan a plus b ഒരു ഫോർമുല ഉണ്ട്. അപ്പോൾ ആ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. സ്ഥലം ഇവിടെ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാം. ഇപ്പോൾ tan a plus b എന്താണ്? tan a plus b എന്ന് പറഞ്ഞാൽ ഫോർമുല tan a പ്ലസ് tan b പ്ലസ് ആണിത്, പ്ലസ് tan b ഡിവൈഡഡ് ബൈ 1 മൈനസ് tan a tan b. അതാണ് ഫോർമുല. ഈ ഫോർമുലയാണ് ഉപയോഗിച്ചത്. നമുക്ക് ടാനയുടെയും tan ബിയുടെയും വാല്യൂസ് ഒന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? tan a 1/2 ആണ്, tan b 1/3 ആണ്. 1 മൈനസ് tan a tan b 1/2 into 1/3. ഓക്കെ, 1/2 പ്ലസ് 1/3 നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറയാം. ഇപ്പോൾ ഡിനോമിനേറ്റേഴ്സ് ഈ രണ്ട് ഫ്രാക്ഷന് കളറൊന്ന് മാറ്റട്ടെ. ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. രണ്ടും ഒരു കോമൺ ഡിനോമിനേറ്റർ ആക്കണം. അത് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ 2ൻ്റെയും 3ൻ്റെയും ഒരു കോമൺ മൾട്ടിപ്പിൾ എടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ 6, അത് LCM ആണ്, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ്. ഇപ്പോൾ രണ്ട് ഡിനോമിനേറ്ററും 6 ആക്കി കഴിഞ്ഞാൽ നമുക്ക് മേളിലത്തെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യണം. അപ്പോൾ 2നെ 6 ആക്കണമെങ്കിൽ 2 into 3 ആണല്ലോ. അപ്പോൾ 1/2 ഇവിടെ into 3 ആണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ താഴത്തെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് മേളിലും ചെയ്യണം. ഞാനത് മേളിലും ചെയ്യും. ഞാൻ ചെയ്തത് ഈ 2നെ 6 ആക്കാനായിട്ട് അതിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മേളിലുള്ള 1ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ പ്ലസ് ഈ 3നെ 6 ആക്കണമെങ്കിൽ 3ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആ 2 ഞാൻ മേളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3. മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ ആദ്യം. നമ്മുടെ റൂൾ അനുസരിച്ച് നമുക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുള്ളൂ. അപ്പോൾ 1/2 ഇൻറ്റു 1/3 നമുക്ക് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈയും ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈയും. സോ 1/6. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ന്യൂമറേറ്റർ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതെന്താ വരുന്നത്? ഇപ്പോൾ ഈ ഡിനോമിനേറ്റർ ഇവിടെ 6 ആയി, ഇവിടെ 6 ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്യാം. 1 into 3 3, 1 into 2 2. അപ്പോൾ മേളിൽ 3 + 2 ചെയ്താൽ നമുക്ക് 5/6 എന്ന് കിട്ടും. ഓക്കെ, ഇനി താഴത്ത് കാര്യം നോക്കാം. താഴത്ത് 1 മൈനസ് 1/6. അത് അഗൈൻ ഡിനോമിനേറ്റർ സെയിം അല്ല. ഇവിടെ 1/1ഉം അവിടെ 1/6 ആണ്. അപ്പോൾ ഈ ഡിനോമിനേറ്റർ 6 ആക്കണമെങ്കിൽ ഇവിടെ 6 ആക്കണമെങ്കിൽ ഇവിടെ ഞാൻ 1 into 6. അപ്പോൾ അത് തന്നെ ഞാൻ മേളിൽ ചെയ്യണമല്ലോ. അപ്പോൾ ഓക്കെ, അപ്പോൾ എന്തായത്? 5/6 ഡിവൈഡഡ് ബൈ 6. ഇപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും 6 ആയതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ മൈനസ് 6 - 1 5. 5/6/5/6 എത്രയാണ്? 1 ആണ്. സോ നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? നമ്മൾ tan a plus b കണ്ടുപിടിച്ചപ്പോൾ അത് 1 ആണെന്ന് കിട്ടി. tan a plus b 1 ആവണമെങ്കിൽ a plus b 45, നമുക്കറിയാം tan 45 ആണ് 1. സോ നമുക്ക് a plus b 45 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അങ്ങനെയാണ്
അപ്പോൾ ടാൻ എ പ്ലസ് ബി എന്നുള്ള ഫോർമുല നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഉപയോഗിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. എന്താ പറയുന്നത്? സൈൻ ടു എ ഇൻ ടേംസ് ഓഫ് ടാൻ എ എഴുതാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മൾ നേരെ 7th ഫോർമുല വന്നാൽ അവിടെ സൈൻ ടു എ ഇസ് ഈക്വൽ ടു 2 ഫോർമുല കൊടുത്തിട്ടുണ്ട്. 2 സൈൻ എ കോസൈൻ, പിന്നെ ഒന്ന് ഈ ഫോർമുലയാണ്. അപ്പോൾ ആ ഫോർമുല ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതി. എന്താണ്? 2 ടാൻ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ. അപ്പോൾ ഈ ഫോർമുല കാണാതെ അറിയാമെങ്കിൽ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ്? സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ചെയ്താൽ ഇത് കിട്ടുമെന്ന് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ സൈൻ എ പ്ലസ് ബിയുടെ ഫോർമുല ഇവിടെ ഉണ്ട്, സൈൻ എ മൈനസ് ബിയുടെ ഫോർമുല ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്താ പറയണത്? സൈൻ എ പ്ലസ് ബി എന്താണ് എഴുതി നോക്കാം. സൈൻ എ പ്ലസ് ബി ഫോർമുല അനുസരിച്ച് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ആണ്. അതാണ് സൈൻ എ പ്ലസ് ബി. ഇനി മൈനസ് നമ്മൾ ഇത് ചെയ്യണം. മൈനസ്, ഓക്കെ, ബ്രാക്കറ്റിലിടാം. എന്താണ് സൈൻ എ മൈനസ് ബി? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇതൊക്കെ ഞാൻ എവിടെ നിന്നാണ് എഴുതിയത്? ഇവിടെ നിന്നാണ്. സൈൻ എ പ്ലസ് ബി ഇത് സൈൻ എ മൈനസ് ബി, ഇതാണ് ഞാൻ അവിടെ എഴുതിയത്. അപ്പം നമുക്ക് ഇവിടെ സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ നേരത്തെ ഒരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സബ്ട്രാക്ഷന് പകരം അഡീഷൻ ചെയ്യണം. അഡീഷൻ ആക്കണമെന്ന് വിചാരിക്കാം. ഇത് അഡീഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൈൻ എ കോസ് ബി പ്ലസ് ഇയാരോ ഇതല്ലട്ടെ, ഇതാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഈ മൈനസ് എനിക്ക് പ്ലസ് ആക്കണമെങ്കിൽ ഞാനത് പ്ലസ് ആക്കാൻ പറ്റും, പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ളതിൻ്റെ സൈൻസ് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ ബ്രാക്കറ്റിനുള്ളിൽ സൈൻ എ കോസ് ബി പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ അത് നെഗറ്റീവ് ആക്കണം. മൈനസ് സൈൻ എ കോസ് ബി ആണ്. ഇത് നെഗറ്റീവ് ആണ്, അപ്പോൾ അത് പ്ലസ് ആക്കും. പ്ലസ് കോസ് എ സൈൻ ബി. ഇനി ഈ പ്ലസും മൈനസും അത് നമുക്ക് മൈനസ് ആക്കാം അല്ലേ? പ്ലസും മൈനസും അത് മൈനസ് ആണ്. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ സൈൻ എ കോസ് ബി മൈനസ് ആണ്. ഇവിടെ സൈൻ എ കോസ് ബി പ്ലസ് ആണ്. അപ്പോൾ ഒന്ന് പ്ലസ് സൈൻ എ കോസ് ബി മൈനസ് സൈൻ എ കോസ് ബി, അപ്പോൾ അത് 0 ഇപ്പോൾ. ബാക്കി നമുക്ക് എന്താ ഉള്ളത്? കോസ് എ സൈൻ ബി പ്ലസ് കോസ് എ സൈൻ ബി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് കോസ് എ സൈൻ ബി. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. ടാൻ തീറ്റ 2 ആണ് വന്നിട്ട് സൈൻ 2 തീറ്റ കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ നേരത്തെ നമ്മൾ ചേർത്ത് ഉപയോഗിച്ച 7th ഫോർമുല വന്നാൽ അത് പറയണത് സൈൻ 2 തീറ്റ എന്താണെന്ന് പറയണത് 2 ടാൻ തീറ്റ. അവിടെ എ ആയിരുന്നു, ഇവിടെ നമ്മൾ തീറ്റയാണ് എടുക്കാം, അതേ വ്യത്യാസമുള്ളൂ. അവിടെ സൈൻ 2a എന്നായിരുന്നു, ഇവിടെ സൈൻ 2 തീറ്റ ആണ്. അപ്പോൾ എയുടെ സ്ഥലത്തൊക്കെ തീറ്റ വരും. 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി നമുക്ക് ചെയ്യാനൊന്നുമില്ല, ടാൻ തീറ്റയുടെ വാല്യൂ ഇട്ട് നോക്കാം. 2 ടൈംസ് ടാൻ തീറ്റ എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ തീറ്റ 2 ആണെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ 4 ആണ്. സോ നമുക്ക് 4/5 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുലാസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഫോർമുലാസ് ഉപയോഗിച്ച് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാം.